കോഴിക്കോട് തോപ്പയിൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ അടച്ചുപൂട്ടിയതിനു പിന്നിൽ കോർപ്പറേഷന്റെ അനാസ്ഥ. ജൂൺ മാസത്തിനു മുമ്പ് സ്കൂളിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന നിർദ്ദേശം ഭരണസമിതി അവഗണിച്ചു. തീരദേശത്തെ നിർധനരായ നൂറുകണക്കിന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ട് കാലമായി തീരദേശത്തെ കുട്ടികൾക്ക് അറിവ് പകർന്നിരുന്ന വിദ്യാലയമാണ് അധികൃതരുടെ അനാസ്ഥയിൽ അടച്ചുപൂട്ടിയത്. കാലപ്പഴക്കം കാരണം ജീർണാവസ്ഥയിലായതിനാൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കോർപ്പറേഷൻ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് വിദ്യാലയം അടച്ചുപൂട്ടിയത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ച സമയത്ത് മേയറും MLAയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ വകയിരുത്തിയിട്ടുണ്ട്. 42 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പുതിയ കെട്ടിടം പണിയുമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞിട്ടുള്ളത് നിലവിൽ LP സ്കൂളായിട്ടുള്ള ഈ സ്കൂള് ഞങ്ങൾ UP സ്കൂളായിട്ട് ഉയർത്തും, അതിനുവേണ്ട നടപടി സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഫണ്ടിൻ്റെ ഒരു അരാധ്യതയില്ല, ഫണ്ട് റെഡിയാണ് എന്നാണ് കൗൺസിലറും മേയറും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ സ്കൂൾ ഈ അധ്യയന വർഷം അടച്ചു പൂട്ടുന്നൊരു സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഉത്തരവാദി ഈ വാർഡ് ഭരിക്കുന്ന കൗൺസിലറും ഈ കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറുമാണ്. കൗൺസിൽ യോഗത്തിലടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ച വാർഡ് കൗൺസിലർക്കെതിരെയും പ്രതിഷേധം ശക്തമാണ്. പ്ലാൻ പോലും പാസ്സാവാത്ത കെട്ടിടത്തിന് 42 ലക്ഷം രൂപ പാസ്സായെന്ന് കള്ളം പറഞ്ഞ കൗൺസിലർ രാജിവെക്കണമെന്നാണ് ആവശ്യം. സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ. ജനം, കോഴിക്കോട്.